അങ്ങനെ ഭഗവാന്റെ ദർശനത്തിന് ശേഷം ശിവഭഗവാൻ അഗ്നിലിംഗ സ്വരൂപനായി പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ അരുണാചല പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗിരിവലം എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ തന്നെ അവസാനിപ്പിക്കുമ്പോഴാണ് പൂർത്തിയാവുന്നത്. സാധാരണയായി ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ അടുത്ത് നിന്നാണ് എല്ലാവരും ഗിരിവലം ആരംഭിക്കാറ്. ഞാനും ഗിരിവലം ആരംഭിച്ചത് ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ മുന്നിൽ നിന്നാണ്. ആയിരക്കണക്കിന് വിശ്വാസികളും അന്വേഷകരുമാണ് ഇന്ന് ഗിരിവലം ചെയ്യുന്നത്. അതിനുള്ള ഒരു കാരണം നാളെ പൗർണമിയാണ് എന്നതാണ്. പൗർണമി നാളിലുള്ള ഗിരിപ്രദക്ഷിണം വളരെ ശ്രേഷ്ഠമായിട്ടാണ് വിശ്വസിക്കുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് പൗർണമി നാളിൽ തന്നെ ഈ പുണ്യഭൂമിയിൽ ഇവിടെ എത്താൻ സാധിച്ചത്. അത് ഭഗവാന്റെ ഒരു നിയോഗമായി കാണുന്നു. പ്രദക്ഷിണ വഴിയിൽ നിറയെ ധാരാളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഇതൊരു ശിവക്ഷേത്രമാണ്. അരുണാചല പർവ്വതത്തിന് ചുറ്റുമായി അഷ്ടലിംഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഈ അഷ്ടലിംഗ ക്ഷേത്രങ്ങളും ദർശിച്ചാണ് ഒരു വിശ്വാസി ഗിരിവലം പൂർത്തിയാക്കേണ്ടത്. അഷ്ടലിംഗങ്ങളും ദർശിക്കാനാവണേ എന്ന പ്രാർത്ഥനയോടെയാണ് എൻ്റെ ഈ പ്രദക്ഷിണം. ഇന്ദ്രലിംഗം, അഗ്നിലിംഗം, യമലിംഗം, നിരുദ്ധലിംഗം, വരുണലിംഗം, വായുലിംഗം, കുബേരലിംഗം, ഈശാനലിംഗം എന്നിവയാണ് അഷ്ടലിംഗങ്ങൾ. നഗ്നപാതനായുള്ള ഈ ഗിരിപ്രദക്ഷിണം പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭൂതിയായി എനിക്ക് തോന്നി. പ്രദക്ഷിണത്തെക്കുറിച്ചൊരിക്കൽ രമണ മഹർഷി ഇങ്ങനെ പറഞ്ഞു: പ്ര എന്ന അക്ഷരം എല്ലാതരം പാപങ്ങളെയും നീക്കം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ എന്നാൽ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷി എന്നാൽ ഭാവി ജന്മങ്ങളിൽ നിന്ന്, അതായത് പുനർജന്മത്തിൽ നിന്നുള്ള മോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ന എന്നാൽ ജ്ഞാനത്തിലൂടെ ഒരുവന് മോചനം നൽകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രദക്ഷിണത്തിലൂടെ ഒരു ചുവട് നടന്നാൽ അത് ഈ ലോകത്ത് സന്തോഷം നൽകുന്നു. 2 ചുവട് സ്വർഗത്തിൽ സന്തോഷം നൽകുന്നു. 3-ാമത്തെ ചുവട് അത് നേടാവുന്ന സത്യലോകത്തിൻ്റെ ആനന്ദം നൽകുന്നു. മൗനത്തിലോ ധ്യാനത്തിലോ ജപത്തിലോ സങ്കീർത്തനത്തിലോ ചുറ്റി നടന്ന് എല്ലായ്പ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ഗർഭാവസ്ഥയുടെ 9-ാം മാസത്തിലുള്ള ഒരു സ്ത്രീയെ പോലെ ആവണം ഗിരിപ്രദക്ഷിണം എന്നാണ് രമണ മഹർഷി പറഞ്ഞത്. യാതൊരു തിരക്കുമില്ലാതെ ആകാശത്ത് തെളിഞ്ഞു കാണുന്ന പൂർണ്ണചന്ദ്രനെയും ഇരുട്ടിൽ തലയുയർത്തി കറുത്ത രൂപത്തിൽ കാണുന്ന അരുണാചല പർവ്വതത്തെയൊക്കെ നോക്കി വളരെ സാവധാനമാണ് എൻ്റെ നടത്തം. കുട്ടികളും മുതിർന്നവരും ഭിക്ഷാന്തേഹികളും സന്യാസിമാരും സ്ത്രീകളും പ്രായഭേദമന്യേ സകലരും തൻ്റെ കർമ്മപാശത്തിൽ നിന്നൊക്കെ മുക്തി നേടി ആ പരബ്രഹ്മത്തിൽ ലയിക്കണേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയുമായി ആ മഹാപർവ്വതത്തെ ചുറ്റി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. ഈ നിഷ്കാമമായ നടത്തത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവരും അറിയാത്തവരുമൊക്കെയുണ്ട്. അവരൊക്കെ പ്രകൃതീശ്വരനായ അരുണാചലേശ്വരൻ തരുന്ന ശാശ്വതമായ മോക്ഷത്തിന് അർഹരാണെന്ന് എനിക്ക് തോന്നി. എല്ലാ ക്ഷേത്രങ്ങളുടെയും മുന്നിലായി ഒരുപാട് ദീപം കത്തിച്ചു വച്ചിട്ടുണ്ട്. അതിലൊക്കെ ആരതി ചെയ്താണ് എല്ലാ ഭക്തരും മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഷിർദി സായിബാബയുടെ ഒരു ആശ്രമമുണ്ട്. അവിടെയും ആ മഹാവതാരത്തെ ഒന്ന് വണങ്ങി. ഈ ആശ്രമത്തിന് പുറത്തായി ക്രിയായോഗയുടെ പരമപ്രചാരകനും സാക്ഷാൽ ഭഗവാൻ തന്നെയായ മഹാവതാർ ബാബാജിയുടെ ഒരു ഫോട്ടോ കണ്ടു. ബാബാജിയുടെ സാന്നിധ്യം ഈ ഫോട്ടോയിലൂടെയാണെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു നിയോഗമായി കണക്കാക്കുന്നു. ഗിരിവലം പൂർത്തിയാക്കണമെങ്കിൽ ആകെ 14 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം. വിശ്വാസികളൊക്കെ 14 കിലോമീറ്റർ നടത്തത്തിൻ്റെ ക്ഷീണത്തിലാണ്. ഏകദേശം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടിപ്പം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അർദ്ധരാത്രിയായിട്ടും ഗിരിവല പാതയിൽ എല്ലാ കടകളും സജീവമാണ്. വിശ്വാസികൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ ഏത് സമയവും ഇവിടെ ലഭ്യമാണ്.
സത്യത്തിൽ രാത്രി 10 മണി കഴിയുമ്പോഴാണ് ക്ഷേത്രത്തിലെ രാജഗോപുരത്തിനടുത്ത് നിന്ന് ഗിരിവലം ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞ് പൗർണമി നാളിലേക്ക് കടന്നിരിക്കുകയാണ്. പൗർണമി നാളിലും ഗിരിവലം ഇങ്ങനെ തുടരാൻ സാധിച്ചത് ഭഗവാന്റെ ഒരു നിയോഗമായി തന്നെ കാണുന്നു. ചന്ദ്രഭഗവാൻ തൻ്റെ പൂർണ്ണ രൂപം വിശ്വാസികൾക്ക് മുന്നിൽ പ്രത്യക്ഷമാക്കിക്കൊണ്ട് നിലാവെളിച്ചം ഭൂമിയിലേക്ക് വിതറി അരുണാചല പർവ്വതത്തെയും നോക്കി ആകാശത്തിങ്ങനെ നിൽപ്പാണ്. ഗിരിവലപാതയിൽ ഒരു കാഴ്ച കണ്ടു. നമ്മുടെ നാടിന് തികച്ചും അന്യമായൊരു വ്യത്യസ്തമായ കാഴ്ച. ഇപ്പോൾ ഏകദേശം സമയം പുലർച്ചെ 2:30 കഴിയാറായി. ഇന്നലെ രാത്രി 10 മണിക്ക് ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിനടുത്ത് നിന്ന് ഗിരിവലം ആരംഭിച്ചതാണ്. ഇതാ നടത്തം ഏകദേശം അവസാനിക്കാറായി. ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിനടുത്തെത്തി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രമണ മഹർഷിയുടെയും ശേഷാദ്രി സ്വാമികളുടെയും പേരറിയാത്ത ഈ പുണ്യഭൂമിയിൽ കാൽപാദം പതിപ്പിച്ച സകല യോഗീശ്വരന്മാരുടെയും അനുഗ്രഹം കൊണ്ട് 4.5 മണിക്കൂറത്തെ നടത്തത്തിന് ശേഷം ഗിരിവലം പൂർത്തിയാക്കിയിരിക്കുന്നു. അഷ്ടലിംഗങ്ങളും ദർശിക്കാനുള്ള മഹാഭാഗ്യവും ഭഗവാൻ എനിക്ക് തന്നു. പൗർണമി നാളിൽ ചന്ദ്രഭഗവാൻ വിശ്വരൂപത്തോടെ അരുണാചലേശ്വരന് മുന്നിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. ചെറിയൊരു ഉറക്കത്തിനു ശേഷം പ്രഭാതത്തെ കൂടുതൽ സുന്ദരമാക്കിയത് തിരുവണ്ണാമലയിലെ ഈ ചായയാണ്. ഈ പുണ്യഭൂമിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ ഭഗവാൻ ഇവിടെ നമ്മളെ എത്തിക്കുമെന്നാണ് വിശ്വാസം. അതുതന്നെയാണ് അനുഭവവും. മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ സാധിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇനി നാട്ടിലേക്കുള്ള മടക്കമാണ്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ തന്ന തിരുവണ്ണാമല യാത്ര ഇതൊരു തുടക്കമാണ്. ഇനിയും ഒരുപാട് തവണ ഈ പുണ്യഭൂമിയിൽ വരുമെന്ന ദൃഢനിശ്ചയത്തോടെയുള്ള തുടക്കം.